ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമ്മൾ മഞ്ഞൾ കുഴിച്ചിട്ടിട്ട് ഒരു മാസം നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചെടികളൊക്കെ നല്ലോണം മുളച്ചിട്ടുണ്ട്. മഞ്ഞൾ കുഴിച്ചിരുന്ന വീഡിയോ ഞാൻ മുന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ പോയിട്ട് ആ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ചെടിയൊക്കെ വളർന്ന് അത്യാവശ്യം വലുതാവുമ്പോൾ നമുക്ക് വളർന്ന് ചെയ്യാം. നമുക്ക് ഈ സമയത്ത് ഒരു ആദ്യത്തെ മഴയോട് കൂടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ കുഴിച്ചിട്ടത്. ഇനി ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് ഏകദേശം ഒരു മാസം തന്നെ കഴിയണം. അപ്പോൾ നമുക്ക് ഇതിന് വളം ചേർക്കാനായിട്ട് നമുക്ക് ആട്ടും കാഷ്ടോ അല്ലെങ്കിൽ കോഴിയുടെ കാഷ്ടോ ചാണകപ്പൊടി ഏതാ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കൂടി എടുത്തുള്ളത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി മണ്ണും കൂടി ഒരു 3:1 ഇളക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കരിയലും അതല്ലെങ്കിൽ പച്ചല അഞ്ച പച്ചല കരിയലും കൂടി എടുത്ത് ഒന്നും കൂടി ഒന്ന് തടം കോരി ഒന്ന് ക്ലിയർ ആക്കാം. ഞാൻ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ കൃഷിക്ക് സഹായിക്കാനും പറമ്പ് സഹായിക്കാനും എല്ലാം വരുന്ന ചേച്ചിനിത് വീന എന്ന പേര്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പം ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും കൂടിയിട്ട് കൂട്ടി ഇളക്കി വെക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ അതിട്ടിട്ട് ഇളക്കിക്കാം. ഞാൻ പറമ്പിൽ തന്നെ ചവറ് അടിച്ചു കൊണ്ടുവന്നതാണ്. നമുക്ക് പച്ചല ആയാലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഉണങ്ങിയ എല്ലാം പച്ചലയൊക്കെ കൂടി മിക്സ് ചെയ്യണം. അത് നമുക്ക് ആദ്യം മഞ്ഞളുടെ കടയ്ക്കൊക്കെ ഒന്ന് ഇടാം. ൊക്കെ നല്ലോണം എല്ലാത്തിൻ്റെയും കടയ്ക്ക് ഇങ്ങനെ ഇടാം. രാസവളമൊന്നും ചേർക്കണില്ല. ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിലേക്കുള്ള മഞ്ഞളാണല്ലോ എടുക്കണം. അപ്പോൾ ജൈവവളം ചേർത്തിട്ട് ആക്കുന്നതാണ് നല്ലത്. വലിയ ശുശ്രൂഷയൊന്നും ആവശ്യമില്ല മഞ്ഞളിന്. വെറുതെ ഇങ്ങനെ നട്ടുപോയാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ കിട്ടും. അത് വളരെ നല്ല വളമാണ്, ജൈവവളം. നമ്മൾ വീട്ടിലായാലും ചപ്പും ചവറൊന്നും കത്തിച്ച് കളയണ്ട. അതിട്ടിട്ട് ഒന്ന് മണ്ണ് മുകളിൽ ഇട്ടാൽ മതി. അത് മണ്ണും ഇലയും കൂടി ഇഴുകി ചേർന്ന് നല്ല പ്രകൃതി തന്നെ നല്ലൊരു വളം നമുക്ക് തരുന്നുണ്ട്. വേറെ രാസവളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മുറ്റം വൃത്തിയാവും ചെയ്യും. നമ്മുടെ മഞ്ഞളിന ഏത് ചെടിക്കായാലും നല്ല വളം കിട്ടും ചെയ്യും. ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ചത് അങ്ങനെ ഓരോന്നിൻ്റെ കടയ്ക്കായിട്ട് ഇങ്ങനെ ഇടണം. അപ്പോൾ മഞ്ഞൾ നമുക്ക് പറിക്കുമ്പോൾ അതിൻ്റെ ഗുണം അറിയാം. പിന്നെ ജൈവവളം മാത്രമായ കാരണം നല്ല മഞ്ഞളാണ് നമുക്ക് കിട്ടുക. രാസവളമൊന്നും ചേർക്കാത്തത്. നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവരുടെ വീട്ടിലും കുറച്ച് മണ്ണുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതുള്ളൂ. ഇതിപ്പോൾ ചാണകപ്പൊടി മണ്ണും കൂടി കൂട്ടി ഇളക്കി വെച്ചതിനത് ഇത് നമുക്ക് ചട്ടിയിലാക്കി ഈ ഇലകൾ അതിൻ്റെ മുകളിലിട്ട് മഞ്ഞളുടെ വളം നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഓരോന്നിൻ്റെ കടക്കിടാം. ചട്ടിയിലിട്ട് ഇതിങ്ങനെ വീശിന് ഇടാറ്. ഇപ്പം നമുക്ക് എല്ലാ ചെടിയിലും എല്ലാ ഭാഗത്തേക്കും എത്തും. ഒരു 5-6 ചട്ടി മതിയാവും ഇതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിവശമൊക്കെ ഒന്ന് പുല്ല് ചെത്തി കയറ്റി കഴിഞ്ഞാൽ തന്നെ കടയ്ക്ക് മണ്ണാവും. വളപ്രയോഗമൊന്നും ആവശ്യമില്ല. ഇങ്ങനെ സിമ്പിളായുള്ളത് ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. മണ്ണൊന്ന് മാടിക്കയറ്റാം. മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ മണ്ണൊക്കെ അതിൻ്റെ കടയ്ക്ക് നിന്ന് ഒലിച്ചു പോകും. അപ്പോൾ നമ്മളതൊന്ന് മണ്ണൊന്ന് മാടിക്കയറ്റാം. ഇതുപോലെ കുറച്ച് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ തന്നെ കുറച്ചും കൂടി ചപ്പും ചവറും ചാണകപ്പൊടിയും മണ്ണും കൂടി ഒന്ന് ചേർത്താൽ മതി. അങ്ങനത്തെ ഒരു വളം ആവശ്യമുള്ളൂ. ജൈവവളം ആകുമ്പോൾ അത്ര മതി.
മണ്ണിട്ടിട്ടാണ് മഞ്ഞൾ കുഴിച്ചിട്ടുള്ളത്, നല്ലോണം മാടി കയറ്റിയിട്ട്. അതുപോലെ അടുത്ത പുല്ലൊക്കെ അപ്പുറത്ത് മുളച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്നും കൂടി ഒന്ന് മാടി കയറ്റി നമ്മുടെ മഞ്ഞളുടെ തട്ട നല്ല ഭംഗിയിൽ നിർത്താം. അത് വളമാണ് താനും. മണ്ണ് കുറച്ചും കൂടി ഒന്ന് കെട്ടി കയറ്റുമ്പോൾ മഞ്ഞളിന് വളം കിട്ടും. പിന്നെ അതുപോലത്തെ ആ സൈഡിലത്തെ പച്ചപ്പുല്ലൊക്കെ നമ്മുടെ മഞ്ഞളിനോട് ചേർന്ന് നല്ല വളമായിട്ട് കിട്ടും. നല്ല സൈഡിലത്തെ പുല്ലൊക്കെ ഉണ്ടല്ലേ, ചെറിയ ചെറിയ പുല്ലുകൾ, അതൊക്കെ മഞ്ഞളിന് നല്ല വളമാണ്, പച്ചപ്പുല്ലായിട്ട് കിട്ടും. ഈ പച്ച പുല്ലും മഞ്ഞളിന് നല്ല വളമാണ്. ഗ്രോ ബാഗ് വെക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പച്ചലിയും ചാണകപ്പൊടിയൊക്കെ ചേർക്കാം ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ. ഇതിപ്പോൾ ഇങ്ങനെ മിറ്റുള്ള കാരണം ഞാൻ മിറ്റത്തിന് സാധാരണ ചെയ്യാറ്. ഇങ്ങനെ ചെത്തി എല്ലാ 4 ഭാഗവും ഇങ്ങനെ പുല്ലൊക്കെ ചെത്തി ആ മഞ്ഞളുടെ കടയ്ക്ക് മണ്ണ് കൂട്ടണം. എല്ലാ ഭാഗവും നമ്മളിങ്ങനെ ചെത്തിയിടാം. നല്ല ചെറിയ ചെറിയ പുല്ലുകൾ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുല്ല് ചെത്തേണ്ട സമയമാവും ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് 4 ഭാഗവും ഇങ്ങനെ കുഞ്ഞു കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ചെത്തിയിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ മഞ്ഞൾ തോട്ടം നല്ല വൃത്തിയായി കിടക്കും. അതായത് പുല്ല് കണ്ട നല്ല പുല്ലാണ്, നല്ല ഇളത്ത പുല്ല്. അത് മഞ്ഞൾ ചെടിക്ക് വളരെ നല്ലതാണ്, പച്ച പുല്ല്. അത് നേരത്തെ കുഴിച്ചിട്ട് കഴിഞ്ഞ് മണ്ണൊക്കെ ചെത്തി വന്നപ്പോൾ പുതിയ പുല്ലുകൾ മുളച്ചുള്ളതാണ്. അപ്പോൾ ഇത് ഈ മഞ്ഞളിൻ്റെ തടത്തേക്ക് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അപ്പോൾ കുറച്ച് വളം കൂടി അതിൻ്റെ കൂടെ കിട്ടില്ല. അപ്പം പറിക്കണമെങ്കിൽ അപ്പം പറിക്കാത്. അപ്പം ഞാൻ പറിക്കാഞ്ഞത് ഇങ്ങനെ ഒരു തടം മാടി കയറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മഞ്ഞളുടെ തോട്ടത്തിൻ്റെ അരിവശത്ത് പുല്ലും മണ്ണൊക്കെ ചെത്തി ഒക്കെ മഞ്ഞളുടെ കടയ്ക്ക് തന്നെ ഇട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും മഞ്ഞൾ പറിക്കാറാവുമ്പോഴേക്കും. ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് മാടിക്കയറ്റാം. 2-3 മാസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഒന്നും കൂടി ഇതുപോലെ ചപ്പും ചവറും ചാണപ്പൊടിയും എല്ലുപൊടിയും ചെല്ലുപൊടിയും ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്നും കൂടി മാടിക്കയറ്റിയെടുക്കാം. ഇങ്ങനെയാണ് ഞാൻ വീട്ടിലുള്ള മഞ്ഞൾ കൃഷി പരിപാലിക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലം എനിക്ക് അത്യാവശ്യം വീട്ടു ചെലവിനുള്ള മഞ്ഞളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. 2 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.